നിന്നെയൊക്കെ ഇന്ന് സായിപ്പന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ പോവാ. അരപ്പും കൂട്ടി നാണം കണ്ട. Kuttanad is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. സ്റ്റോക്ക് തീർന്നു. See, Mr. Goban, what about the entertainment program? എന്തോ? Excuse me. തൊഴിലാളി അരി കഴുകും തോറും കറുത്ത് കറുത്തുവല്ല. എന്തായി? എന്താണ് നിന്റെ സായിപ്പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ? അയാളെ കണ്ടാൽ തന്നെ അറിയാം, വല്ല ജിജ്ഞാസിയ. അപ്പൊ നേരത്തെ നീ പറഞ്ഞ റഷ്യൻസ് ആണെന്ന്. What time is the sunrise? എന്താ Sunrise? Sunrise? സൺറൈസാ? ദിസ് ഈസ് ബസുമതി റൈസ്. What? മോർണിംഗ് 5:30. Oh, thank you. യോ വെൽക്കം. എന്താന്ന്? രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ രാത്രി അലാരം വെച്ചല്ലേ കിടന്നുറങ്ങണത്. ചാപ്പിന്റെ മുറ്റത്തെ ആടുന്ന തെങ്ങേ ഒരു കുളം കഴിഞ്ഞ് കടം തരാമോ? നെല്ലിന്റെ തണ്ട് മണക്കുന്ന കാറ്റ് ഷാപ്പിലെ കരിയുടെ മണം തരാമോ? തകതിന്നം തെയ്യന്നം പാട്ട് കേട്ടിട്ടോ തെങ്ങോല കൈയുകൾ താളം മുട്ടുന്നേ. കായൽ മീൻ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുന്നേ. ഓളപ്പരപ്പിലെ വെള്ളം പായുന്നേ. Welcome to my village. Please come this way. Namaste. Namaste. Please. Thank you. Namaste. Namaste. നമസ്തേ. Oh, nice. This way. And this is my office. We have computers, കൂടാതെ net connection. You can check your mail. Oh, fine. Please relax for some time. I will be Okay, back sure. after some time. കുച്ചനാടി ആ. കാശ്. ശരി. കുര്യച്ചന്റെ ഹൗസ് ബോട്ട് നോട്ടൊന്നും ഇല്ലേ? 2 ദിവസമായിട്ട് കടവിൽ തന്നെ ഉണ്ടല്ലോ. ഓ മടുപ്പ. സീസൺ ഭയങ്കര മോശമല്ലെന്ന്. എന്തും മടുപ്പായാലും ഗോപൻ എന്ന് സായിപ്പുണ്ട്. അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം. വേലയും കൂലിയില്ലാതെ തിണ്ടിത്തിരിഞ്ഞ് ഭൂമിക്ക് ഭാരോട്ട് കിടക്കുന്ന 3 ചേട്ടന്മാരെ ആ പാവം തീറ്റിപ്പോറ്റിനോന്ന് ഒടേ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് കൊടുക്കുന്നത് താമസിയാതെ വള്ളം ബാങ്കുകാരൻ കൊണ്ടുപോകും. അതന്നെ അവർക്ക് ഓട്ടമുണ്ട്. ഓട്ടം നിർത്തിച്ചുള്ള കൊണ്ടുപോകായിരിക്കും. ലോണത്തെ തിരിച്ചെടുക്കണേ. ഗോപാ വാടാ ഇരിക്കും. ശരി. ഇന്നലെ വൈകിട്ട് നമ്മുടെ ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു. ഓസിന് അവസാനം ഇവിടെ വന്ന് ചന്ദ്രേട്ടാ, ഒരു ചായ. നിന്റെ ബോട്ട് ബാങ്ക് ജപ്തി ചെയ്യുന്ന ഭീഷണി. ബാങ്കിൽ നിന്ന് പേപ്പർ വന്നായിരുന്നു. അടയ്ക്കണം. അടക്കരുത്. വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല. ഒരു വള്ളം മേടിക്കാൻ 2 ലക്ഷം ലോൺ എടുത്തവന് ജപ്തി. അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യോ? ഇങ്ങേരിങ്ങനൊക്കെ പലതും പറയും. കൈ കാശില്ലാത്തതിന് ഹൗസ് ബോട്ട് വാങ്ങിച്ചതാ ഇങ്ങനെ ഇരിക്കും. നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി വല്ല കട്ടയും കുത്തി ജീവിക്കാൻ നോക്ക്. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഓ അതാണപ്പം മനസ്സിലിരിപ്പ്. കുര്യച്ചോ, വേലയെടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതിനൊരു സുഖമുണ്ട്. പക്ഷേ കാർന്നോന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ അത് കിട്ടുകയല്ല. ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും. അങ്ങനോട് പറഞ്ഞുതരും കേട്ടാ. ഗോപ, ഒന്നിങ്ങോട്ട് വന്നേ. മാറി കേട്ടാ. അയ്യോ ഗോവ ചായ കുടിച്ചിട്ട് പോ. അതാ കുര്യച്ചിന് കൊടുത്തേക്ക് എന്റെ വക. കപ്പയുടെ മോളങ്ങ് കൊയ്യാറായ പാടം പോലെ ആയല്ലോ പിള്ളേ. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുര്യച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല. അല്ല, ഇന്ന് എന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ്? ഇനി പുതിയ നമ്പറൊന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റുകയല്ല. നമ്പറൊക്കെ കൊള്ളാം, പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഓ അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട. ആ മോഹിനിയാട്ടത്തിന് വേഷം കിട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്നേ. ഇനിയിപ്പോ ആരും കിട്ടിയില്ലെങ്കിൽ താനായാലും മതി. ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ. എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം. ആരാ ഇത്? എനിക്കുള്ളതാ. ഓ ഹലോ. ആ ഇല്ല ഇല്ല.
ഡാ, നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തൊരു തിക്കും തിരക്കും. അതെ, നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഗൾഫിൽ പോവുക. ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു. എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക. അതിന്റെ യാത്രയപ്പാ. വിസയും ടിക്കറ്റും എല്ലാം ഇതിനകത്തുണ്ട്. പിടിക്കേ. അപ്പോ യാത്രാമംഗളങ്ങൾ. വലിയ ഉപകാരം മാമച്ച. നന്നായി വരൂ മകളെ, ചേർന്ന് നിൽക്ക്. നന്നായി വരൂ മേരിക്കുട്ടി, നന്നായി വരണ്ട. വിളിച്ചോണ്ട് പോ ജോസേ, ബോട്ടിന് സമയമായില്ലേ? ചെല്ലേ. അവന് കെട്ടിയെടുക്കാൻ കണ്ട സമയം. പെട്ടിയെല്ലാം എടുത്തല്ലോ. ആ പെട്ടിയൊക്കെ എടുത്ത് പാസ്പോർട്ടിനകത്ത് വെച്ച. അല്ല, തിരിച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചന് തരേണ്ടത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം നടക്ക്. നീ മാമച്ചൻ എന്നാ വേണേ കൊടുത്തോ, എനിക്ക് സമ്മതമാ. വെറുതെ പറയുന്നത്. വേഗം നടക്ക്. ആ ദേ ബോട്ട് വന്നല്ലോ. വേഗം നടക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നെ പറഞ്ഞാലും ഈ മാമച്ചനെ മറക്കരുത്. ചെന്നിട്ട് വിളിക്കാം. നീ എന്നെ വിളിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് ഈ മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അതെ, വിസയുടെ ബാലൻസ് 10,000 രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും, ഇടിയും തരും. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പോക്കോ. കുട്ടി കഴിക്കും. തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു. കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന 18ാമത്തെ പെണ്ണായികളെ. വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത്. കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട്. ആളെ വേണോ പറഞ്ഞാ മതി. ഒരു പെണ്ണിനെ വേണം. എന്തിന്? കൊയ്യാനോ മെതിക്കാനോ? ഡാൻസ് ചെയ്യാൻ. രാത്രിയിൽ ഡാൻസോ? എടാ കോഞ്ഞാമണിയാ, എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാ. വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല. ആരെങ്കിലും ഒരാളെ ഒപ്പിച്ചേ പറ്റി. കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട്. കൈനഗിരി രേവമ്മന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരു നാടകളിയില്ലേ, അവരാ വരുന്നത്? അവരല്ല, അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുക. എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഞാനാ കൊണ്ടുപോയത്. അവളെ കിട്ടുമോ? ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ. ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും. വന്നിരിക്കും. ഒന്ന് വരുത്തിയിരിക്കും.